എല്ലാ കുട്ടികളെയും ഒന്നാം വർഷ സുവോളജി ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇത് ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ എന്ന അധ്യായത്തിലെ മൂന്നാമത്തെ ക്ലാസ്സാണ്. In the previous classes, we have discussed the general organization of digestive system. Today, we will learn how different parts of alimentary canal assist the process of digestion. The process of digestion is accomplished by mechanical processes and chemical processes. Digestion takes place at different parts of the alimentary canal. Digestion alimentary canalinde വിവിധ ഭാഗങ്ങളിൽ വെച്ചാണ് നടക്കുന്നത്. ചില ഭാഗങ്ങളിൽ ഭക്ഷണം യാന്ത്രികമായി ദഹിക്കും, എന്നാൽ മറ്റ് ചില ഭാഗങ്ങളിൽ വെച്ച് രാസീയ ദഹനവും സംഭവിക്കുന്നു. ആദ്യം ഭക്ഷണം എത്തുന്നത് ബക്കൽ ക്യാവിറ്റിയിലാണ്. ബക്കൽ ക്യാവിറ്റി പെർഫോംസ് two major functions, namely mastication of food and swallowing of food materials. Mastication is the chewing and grinding of food. പ്രധാനമായും ഭക്ഷണത്തെ പല്ലുകളിൽ വെച്ച് ചവച്ചരയ്ക്കുന്നതിനെയാണ് മാസ്റ്റിക്കേഷൻ എന്ന് പറയുന്നത്. The teeth and tongue with the help of saliva masticate and mix up the food thoroughly. ബക്കൽ ക്യാവിറ്റിയിൽ നമുക്കറിയാം പ്രധാനമായും ഡൈജഷനെ അസിസ്റ്റ് ചെയ്യുന്നത് ടീത്തും ടങ്കും കൂടാതെ സലൈവറി ഗ്ലാൻസ് സെക്രീറ്റ് ചെയ്യുന്ന സലൈവയുമാണ്. ഭക്ഷണത്തെ നന്നായി ചവച്ചരയ്ക്കുന്നത് പല്ലുകളിൽ വെച്ചാണ്. ചവച്ചരയ്ക്കുന്ന പ്രക്രിയയെ സഹായിക്കുന്നത് ടങ്കാണ്. ഈ ഭക്ഷണത്തെ ദ്രവരൂപത്തിലേക്ക് മാറ്റുന്നതിന് അല്ലെങ്കിൽ ചവയ്ക്കുന്നതിനെ സഹായിക്കുന്നത് സലൈവറി ഗ്ലാൻസ് സെക്രീറ്റ് ചെയ്യുന്ന സലൈവയാണ്. സലൈവയിൽ മ്യൂക്കസ് അടങ്ങിയിട്ടുണ്ട്. മ്യൂക്കസ് പ്രസന്റ് ഇൻ സലൈവ ഹെൽപ്സ് ഇൻ ലൂബ്രിക്കേറ്റിംഗ് ആൻഡ് അഡ്ഹറിംഗ് ദ മാസ്റ്റിക്കേറ്റഡ് ഫുഡ് പാർട്ടിക്കിൾസ് ഇൻ ടു എ ബോളസ്. സലൈവയിൽ അടങ്ങിയിരിക്കുന്ന മ്യൂക്കസിൻ്റെ സഹായത്താൽ ഈ ചവച്ചരയ്ക്കപ്പെട്ട ഭക്ഷണ പദാർത്ഥം ഒരു ബോളസ് ആയിട്ട് മാറുന്നു. കുറച്ചുകൂടി മൃദുവായ ഫോമിലേക്ക് ഭക്ഷണം മാറുന്നു. ഇറ്റ് ഈസ് ഫോളോഡ് ബൈ സ്വാലോയിങ്. ഈ ബോളസിനെയാണ് വിഴുങ്ങുന്നത്. ദിസ് ബോളസ് പാസസ് ടു ദ ഫാരിങ്സ്. ആദ്യം ചവച്ചരച്ച ഭക്ഷണം ഫാരിങ്സിലേക്ക് എത്തും. ഫാരിങ്സ് വി നോ ഇറ്റ്സ് എ കോമൺ പാസേജ് ഫോർ ഫുഡ് ആൻഡ് എയർ. ഫാരിങ്സിൽ നിന്ന് ഈസോഫാഗസിലേക്ക് വരുന്നു ബൈ സ്വാലോയിങ്. നമ്മൾ വിഴുങ്ങുമ്പോൾ ഗ്രസനിയിൽ നിന്ന് ഭക്ഷണം ഈസോഫാഗസിലേക്ക് കടക്കുന്നു. ദിസ് പ്രോസസ് ഓഫ് സ്വാലോയിങ് ഈസ് കോൾഡ് ഡെഗ്ലൂട്ടീഷൻ. ബോളസിനെ വിഴുങ്ങുന്ന പ്രോസസ്സിനെ ഡെഗ്ലൂട്ടീഷൻ എന്ന് പറയുന്നു. ബോളസ് എങ്ങനെയാണ് ഈസോഫാഗസിലൂടെ സഞ്ചരിക്കുന്നത്? നമ്മൾ നീണ്ട ഒരു കുഴലിലേക്ക് ഒരു ഉരുള നിക്ഷേപിക്കുമ്പോൾ ആ ഉരുള എങ്ങനെയാണ് താഴേക്ക് പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അതുപോലെ അല്ല ഈസോഫാഗസിലൂടെ ഫുഡ് സഞ്ചരിക്കുന്നത്. ദ ബോളസ് മൂവ്സ് ത്രൂ ദ ഈസോഫാഗസ് ബൈ വേവ് ലൈക്ക് മസ്കുലാർ കോൺട്രാക്ഷൻസ്. തരംഗ രൂപത്തിലുള്ള ചലനം വഴിയാണ് ഈ ഭക്ഷണ പദാർത്ഥം ഈസോഫാഗസിലൂടെ താഴേക്ക് സഞ്ചരിക്കുന്നത്. ദിസ് വേവ് ലൈക്ക് മസ്കുലാർ കോൺട്രാക്ഷൻസ് ഈസ് കോൾഡ് പെരിസ്റ്റാൾസിസ്. വാട്ട് ഈസ് പെരിസ്റ്റാൾസിസ്? Peristalsis is the wave-like contractile movements seen in digestive tract. It helps in the movement of food particles through the digestive system. ഈസോഫാഗസിൽ നിന്ന് തൊട്ടടുത്ത ഭാഗമായ സ്റ്റൊമക്കിലേക്കാണ് ഈ ഫുഡ് പ്രവേശിക്കുന്നത്. The gastroesophageal sphincter controls passage of food into the stomach. We have already studied ഈസോഫാഗസിൻ്റെയും സ്റ്റൊമക്കിൻ്റെയും ജംഗ്ഷനിൽ ദർ ഇസ് എ സ്ഫിങ്ക്റ്റർ കോൾഡ് gastroesophageal sphincter. It regulates the movement of food particles from the esophagus to stomach. അപ്പോൾ ഈ സ്ഫിങ്ക്റ്റർ തുറക്കുകയും ഭക്ഷണം
ഈസോഫാഗസിൽ നിന്ന് സ്റ്റൊമക്കിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും. സ്റ്റൊമക്കിൽ ഡൈജഷനെ അസിസ്റ്റ് ചെയ്യാനായി ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സ് ആർ ദെയർ ഇൻ ദ മ്യൂക്കോസ. സ്റ്റൊമക്കിൻ്റെ മ്യൂക്കോസൽ ലെയറിൽ ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സ് ഉണ്ട്. ദീസ് ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സ് ആർ കമ്പോസ്ഡ് ഓഫ് 3 മേജർ ടൈപ്സ് ഓഫ് സെൽസ്. അപ്പോൾ ആമാശയത്തിനകത്തേക്ക് വരുമ്പോൾ മ്യൂക്കോസ ലെയർ ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സ് അല്ലെങ്കിൽ ആമാശയ ഗ്രന്ഥികളായി രൂപാന്തരം പ്രാപിച്ചിട്ടുണ്ട്. 3 തരത്തിലുള്ള കോശങ്ങളാലാണ് ഓരോ ഗ്യാസ്ട്രിക് ഗ്ലാൻഡും നിർമ്മിച്ചിരിക്കുന്നത്. ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സിൽ 3 തരത്തിലുള്ള കോശങ്ങൾ കാണപ്പെടുന്നു. ഈ 3 കോശങ്ങളും 3 വ്യത്യസ്ത ഫങ്ഷൻസ് ആണ് ചെയ്യുന്നത്. ലെറ്റ്സ് സീ എങ്ങനെയാണ് ഇവ പ്രവർത്തിക്കുന്നത് നോക്കാം. ദ ഫസ്റ്റ് സെൽ മ്യൂക്കസ് നെക്ക് സെൽ. ഓരോ ഗ്യാസ്ട്രിക് ഗ്ലാൻഡിലും 3 സെൽസ് ഉണ്ട്, 3 ടൈപ്പ് സെൽസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് മ്യൂക്കസ് നെക്ക് സെൽസ്. മ്യൂക്കസ് നെക്ക് സെൽസ് പ്രൊഡ്യൂസ് മ്യൂക്കസ്. സ്ക്രീനിലേക്ക് നോക്കൂ. മ്യൂക്കസ് നെക്ക് സെൽസിൻ്റെ സ്ഥാനം നിങ്ങൾക്ക് മനസ്സിലാക്കാം. The second type of cells are peptic cells or chief cells. Peptic cells or chief cells produce pepsinogen. ഇവ പെപ്സിനോജൻ എന്ന ഒരു എൻസൈമിനെ പ്രൊഡ്യൂസ് ചെയ്യും. പെപ്സിനോജൻ ഈസ് ദ ഇനാക്റ്റീവ് ഫോം ഓഫ് an enzyme called pepsin. പെപ്സിൻ എന്ന എൻസൈമിൻ്റെ ഇനാക്റ്റീവായ രൂപമാണ് പെപ്സിനോജൻ. ഇറ്റ്സ് എ പ്രോ എൻസൈം. The third type of cells is parietal cells or oxyntic cells. മൂന്നാമത്തെ സെൽസ് parietal cells അല്ലെങ്കിൽ oxyntic cells ആണ്. It produces hydrochloric acid and intrinsic factor. Hydrochloric acid maintains the acidic pH in the stomach. Intrinsic factor is a factor which is essential for the reabsorption of vitamin B12. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ പലതരം വൈറ്റമിനുകളുണ്ട്. യു ആർ വെരി ഫെമിലിയർ വിത്ത് എ, ഡി, ഇ, കെ, ബി കോംപ്ലെക്സ്, സി എക്സെട്ര. ബി കോംപ്ലെക്സ് എന്ന് പറയുന്നത് ധാരാളം വൈറ്റമിനുകൾ ചേർന്ന ഒരു വിറ്റാമിനാണ്. ഇതിൽ B12 അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്ന ഫാക്ടറാണ് ഇൻട്രിൻസിക് ഫാക്ടർ. അപ്പോൾ ഇൻട്രിൻസിക് ഫാക്ടർ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ പെറൈറ്റൽ സെൽസ് ഓർ ഓക്സിൻറ്റിക് സെൽസ് ഓഫ് ദ ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സ്. സോ നമുക്ക് 3 ഗ്ലാൻഡ്സിനെ മനസ്സിലായി. മ്യൂക്കസ് നെക്ക് സെൽസ്, പെപ്റ്റിക് സെൽസ് ഓർ ചീഫ് സെൽസ്, parietal cells or oxyntic cells. These 3 different types of cells perform different functions. Mucous neck cells produce mucus, peptic cells produce pepsinogen, parietal cells produce hydrochloric acid and intrinsic factor. അങ്ങനെ ഫുഡ് സ്റ്റൊമക്കിൽ എത്തിക്കഴിഞ്ഞാൽ it stays there for 4 to 5 hours. സ്റ്റൊമക്കിനകത്ത് വരുന്ന ഫുഡ് ഏകദേശം 4-5 മണിക്കൂറുകൾ സ്റ്റൊമക്കിൽ തന്നെ റീറ്റെയിൻ ചെയ്യും. What happens to the food in the stomach? The food mixes thoroughly with the acidic gastric juice of the stomach. സ്റ്റൊമക്കിനകത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട്. അസിഡിക് ആയ ഗ്യാസ്ട്രിക് ജ്യൂസിനകത്ത് ഈ ഫുഡ് നന്നായി മിക്സ് ചെയ്യും. ഇറ്റ് പെർഫോം എ ചേർണിംഗ് മൂവ്മെൻറ്റ്. ഫുഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേർണിംഗ് മൂവ്മെൻറ്റ്, കടയുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുകയും അതിൻ്റെ ഫലമായി ഖൈം എന്ന് പറയുന്ന മറ്റൊരു ഫോമിലേക്ക് മാറുന്നു. അത് കഴിഞ്ഞ് ഫുഡ് അടുത്ത ഭാഗത്തേക്ക് മൂവ് ചെയ്യും. ഇറ്റ് റീച്ചസ് ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ഇൻ സ്മോൾ ഇൻറ്റസ്റ്റൈൻ പ്രോസസ് ഓഫ് ഡൈജഷൻ ഈസ് അസിസ്റ്റഡ് ബൈ ബൈൽ, പാൻക്രിയാറ്റിക് ജ്യൂസ് ആൻഡ് ഇൻറ്റസ്റ്റിനൽ ജ്യൂസ്. ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബൈല് ഗാൾ ബ്ലാഡറിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ഗാൾ ബ്ലാഡറിൽ നിന്ന് സിസ്റ്റിക് ഡക്റ്റ് വഴി സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ഡിയോഡിനത്തിലേക്ക് ബൈലെത്തും. അതേസമയം ഡിയോഡിനത്തിനടുത്തായി സ്ഥിതി ചെയ്യുന്ന പാൻക്രിയാസിലെ പാൻക്രിയാറ്റിക് ജ്യൂസും റിലീസ് ചെയ്യുന്നത് ഡിയോഡിനത്തിലേക്കാണ്. ഇൻറ്റസ്റ്റിനൽ ജ്യൂസും സ്മോൾ ഇൻറ്റസ്റ്റൈനകത്തുണ്ട്. അപ്പോൾ ഈ 3 കൂടി ചേർന്നാണ് സ്മോൾ ഇൻറ്റസ്റ്റൈനകത്ത് ഡൈജഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്. പാൻക്രിയാറ്റിക് ജ്യൂസ് ആൻഡ് ബൈൽ ആർ റിലീസ്ഡ് ത്രൂ ഹെപ്പറ്റോ പാൻക്രിയാറ്റിക് ഡക്റ്റ്. പാൻക്രിയാറ്റിക് ജ്യൂസും ബൈലും രണ്ടിലെയും ഡക്റ്റുകൾ ചേർന്ന് ഹെപ്പറ്റോ പാൻക്രിയാറ്റിക് ഡക്റ്റ് ആയിട്ടാണ് ഈ സെക്രീഷൻ സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് പ്രവേശിക്കുന്നത്. Pancreatic juice contains inactive enzymes such as trypsinogen, chymotrypsinogen, procarboxypeptidases, amylases, lipases and nucleases. പല എൻസൈമുകളും നിഷ്ക്രിയ രൂപത്തിൽ പാൻക്രിയാറ്റിക് ജ്യൂസിനകത്ത് അടങ്ങിയിരിക്കും. പ്രധാനമായും കാണുന്നത് trypsinogen is the inactive form of trypsin. Chymotrypsinogen is the inactive form of chymotrypsin. Then carboxypeptidases, amylases, lipases and nucleases. ഇവയെല്ലാം
ആഹാരത്തിലെ വ്യത്യസ്ത ഘടകങ്ങളെ ദഹിപ്പിക്കാൻ സഹായിക്കും. ഇൻറ്റസ്റ്റിനൽ മ്യൂക്കോസൽ എപ്പിത്തീലിയം ഹാസ് ഗോബ്ലെറ്റ് സെൽസ്. ഇൻറ്റസ്റ്റിനൽ മ്യൂക്കോസയിൽ ചില സെൽസ് മോഡിഫൈ ചെയ്ത് ഗോബ്ലെറ്റ് സെൽസ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഗോബ്ലെറ്റ് സെൽസ് വി നോ ദേ ആർ ഗ്ലാൻഡുലാർ സെൽസ്. ദേ സെക്രീറ്റ് മ്യൂക്കസ്. അപ്പോൾ ഗോബ്ലെറ്റ് സെൽസ് മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യുന്ന സെൽസാണ്. ഇതുകൂടാതെ സെക്രീഷൻസ് ഓഫ് ബ്രഷ് ബോർഡർ സെൽസ് ഓഫ് മ്യൂക്കോസ along with the secretion of goblet cells constitute intestinal juice or succus entericus. മ്യൂക്കോസയിലെ ബ്രഷ് ബോർഡർ സെൽസ് സെക്രീറ്റ് ചെയ്യുന്ന പ്രോഡക്റ്റും ഗോബ്ലെറ്റ് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മ്യൂക്കസും ചേർന്നതിനെയാണ് സക്കസ് എൻഡറിക്കസ് ഓർ ഇൻറ്റസ്റ്റിനൽ ജ്യൂസ് എന്ന് പറയുന്നത്. ഫൈനൽ ഡൈജഷൻ നടക്കുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ടാണ്. The enzymes present in succus entericus convert all the digestive products into simple absorbable forms. എല്ലാ ഡൈജസ്റ്റീവ് പ്രോഡക്റ്റിനെയും ഏറ്റവും അവസാനമായി ലഘുരൂപത്തിലേക്ക് മാറ്റുന്നത് സക്കസ് എൻഡറിക്കസിൽ അടങ്ങിയിരിക്കുന്ന എൻസൈമുകളാണ്. അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? The process of digestion gets completed in the small intestine. ചെറുകുടലിൽ വെച്ചാണ് ഡൈജഷൻ ദഹന പ്രക്രിയ പൂർണ്ണമാകുന്നത്. അപ്പോൾ ദീസ് ആർ ദി മെക്കാനിക്കൽ പ്രോസസ്സസ്. വായിൽ വെച്ച് ഭക്ഷണം ചവച്ചരയ്ക്കപ്പെടുന്നു. ദ പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ് വഴി ഈസോഫാഗസിലൂടെ സഞ്ചരിച്ച് സ്റ്റൊമക്കിലെത്തുന്നു. സ്റ്റൊമക്കിൽ വെച്ച് ചേണിങ് മൂവ്മെൻറ്റിൻ്റെ ഫലമായി ബോളസ് ഖൈമായി മാറുന്നു. അത് കഴിഞ്ഞ് സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് കടക്കുന്നു. ഫർദർ ഡൈജഷൻ അവിടെ വെച്ച് നടക്കുന്നു. അപ്പോൾ ഈ പറഞ്ഞ പ്രക്രിയയെല്ലാം മെക്കാനിക്കൽ മെത്തേഡ്സിലാണ് നടക്കുന്നത്. യാന്ത്രിക പ്രവർത്തനങ്ങളാണ്. ഡൈജഷൻ ഈസ് ഇഫക്റ്റഡ് ബോത്ത് ബൈ മെക്കാനിക്കൽ ആൻഡ് കെമിക്കൽ പ്രോസസ്സസ്. ഇനി കെമിക്കൽ പ്രോസസ്സസ് എങ്ങനെയാണ് നടക്കുന്നത് എന്ന് നോക്കാം. ദ കെമിക്കൽ പ്രോസസ് ഓഫ് ഡൈജഷൻ ബിഗിൻസ് ഇൻ ദ ഓറൽ ക്യാവിറ്റി. വായ്ക്കകത്ത് വെച്ചാണ് ആഹാരത്തിൻ്റെ രാസിക ദഹനം ആരംഭിക്കുന്നത്. വായിൽ ആഹാരത്തിൻ്റെ ഡൈജഷന് സഹായിക്കുന്ന എന്ത് ഘടകമുണ്ട്? സലൈവ. Saliva is secreted into the oral cavity by the salivary glands. വായിൽ 3 ജോഡി സലൈവറി ഗ്ലാൻസ് ഉണ്ട്. ഈ 3 ജോഡി സലൈവറി ഗ്ലാൻസും സെക്രീറ്റ് ചെയ്യുന്ന സലൈവ ബക്കൽ ക്യാവിറ്റിയിലേക്ക് അല്ലെങ്കിൽ ഓറൽ ക്യാവിറ്റിയിലേക്കാണ് എത്തിച്ചേരുന്നത്. സലൈവ ഈസ് വെരി സ്പെഷ്യൽ ബിക്കോസ് ഇറ്റ് കണ്ടെയ്ൻസ് ഇലക്ട്രോലൈറ്റ്സ്. സോഡിയം, പൊട്ടാസ്യം, ക്ലോറൈഡ്, ബൈകാർബണേറ്റ്, അയോൺസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് സലൈവയിൽ. ഇത് കൂടാതെ certain enzymes are there. Salivary amylase and lysozyme are the 2 enzymes present in saliva. ഇപ്പോൾ ഇലക്ട്രോലൈറ്റ്സിനെ കൂടാതെ സലൈവറി അമിലേസ്, ലൈസോസൈം എന്നിങ്ങനെ 2 എൻസൈമുകളും സലൈവയിൽ അടങ്ങിയിട്ടുണ്ട്. Now let's discuss how each component of the food gets digested in various parts of digestive system. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പല കോമ്പണൻസ് അടങ്ങിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻസ്, ലിപ്പിഡ്സ്, മിനറൽസ്, വാട്ടർ എറ്റ്സെട്ര എറ്റ്സെട്ര. അപ്പോൾ ഇതിലെ ഓരോ ഘടകവും ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഓരോ ഭാഗത്ത് വെച്ച് എങ്ങനെയാണ് വിഘടിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ദഹിക്കുന്നത് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ലെറ്റ്സ് ബിഗിൻ വിത്ത് കാർബോഹൈഡ്രേറ്റ് ഡൈജഷൻ. കാർബോഹൈഡ്രേറ്റിൻ്റെ ദഹനം എങ്ങനെയാണെന്ന് നോക്കാം. കാർബോഹൈഡ്രേറ്റിന് ബക്കൽ ക്യാവിറ്റിയിൽ തുടങ്ങി സ്മോൾ ഇൻറ്റസ്റ്റൈൻ വരെ എങ്ങനെയാണ് ഡൈജഷൻ സംഭവിക്കുന്നത് എന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. കേരളീയരെ സംബന്ധിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ സ്റ്റാർച്ച് റിച്ച് ആയിട്ടുള്ള ഫുഡാണ് കഴിക്കുന്നത്. നമ്മൾ അരി ആഹാരം കൂടുതലായി ഉപയോഗിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഒരു മേജർ കോമ്പണൻറ്റ് എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ്. ചോറായാലും കപ്പയായാലും അരി ഉപയോഗിച്ചുണ്ടാക്കുന്ന പലഹാരങ്ങളായാലും നമ്മുടെ ശരീരത്തിൽ ലഭിക്കുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ്. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് ഡൈജഷൻ ബിഗിൻസ് ഇൻ ദ ഓറൽ ക്യാവിറ്റി. വായിൽ വെച്ച് തന്നെ കാർബോഹൈഡ്രേറ്റിൻ്റെ ഡൈജഷൻ ആരംഭിക്കും. അതുകൊണ്ടാണ് ആഹാരം നന്നായി ചവച്ചരച്ച് കഴിക്കണം എന്ന് പറയുന്നത്. About 30% of the starch is hydrolyzed by the enzyme salivary amylase present in saliva. ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന സലൈവറി അമിലേസിന് സ്റ്റാർച്ചിനെ ഡൈജസ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. നാം കഴിക്കുന്ന ആഹാരത്തിലെ ഏതാണ്ടൊരു 30% സ്റ്റാർച്ചിനെ കുറച്ചുകൂടെ ഒരു ലഘുരൂപമായ മാൾട്ടോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സലൈവറി അമിലേസിന് പറ്റും. സോ 30% സ്റ്റാർച്ച് ഡൈജഷൻ takes place in the oral cavity. Salivary amylase act on starch and convert
the starch into maltose. അപ്പോൾ ഒരു പോളിസാക്കറൈഡ് ആയ സ്റ്റാർച്ചിനെ മാൾട്ടോസ് എന്ന ഡൈസാക്കറൈഡായി മാറ്റാൻ ഓറൽ ക്യാവിറ്റിയിൽ വെച്ച് സാധിക്കും. അതിന് സഹായിക്കുന്നത് സലൈവറി അമൈലേസ് ആണ്. സലൈവറി അമൈലേസ് is a carbohydrate digesting enzyme. Another enzyme present in saliva is lysozyme. Lysozyme acts as an antibacterial agent. It prevents infections. അപ്പോൾ രോഗബാധയ്ക്ക് കാരണമാകുന്ന ചെറിയ രോഗാണുക്കളെയൊക്കെ നശിപ്പിക്കാനുള്ള കഴിവ് ലൈസോസൈമിനുണ്ട്. ലൈസോസൈമിന് പ്രത്യേകിച്ചൊരു ഡൈജസ്റ്റീവ് റോള് ഇല്ല. അങ്ങനെ വായിൽ വെച്ച് ഡൈജസ്റ്റ് ചെയ്ത ഫുഡ് ദെൻ റീച്ചസ് ദ സ്റ്റൊമക്ക്. ഫർദർ ഡൈജഷൻ നടക്കേണ്ട സ്റ്റൊമക്കിലാണ്. ബട്ട് ഇൻ സ്റ്റൊമക്ക് ദർ ഈസ് നോ കാർബോഹൈഡ്രേറ്റ് ഡൈജസ്റ്റിംഗ് എൻസൈംസ്. കാർബോഹൈഡ്രേറ്റ് ഡൈജസ്റ്റിംഗ് എൻസൈംസ് ഒന്നും തന്നെ ഗ്യാസ്ട്രിക് ജ്യൂസിനകത്ത് ഇല്ലാത്തത് കൊണ്ട് ആമാശയത്തിൽ വെച്ച് കാർബോഹൈഡ്രേറ്റിൻ്റെ ദഹനം സംഭവിക്കുന്നില്ല. ദെൻ ഇറ്റ് മൂവ്സ് ടു സ്മോൾ ഇൻറ്റസ്റ്റൈൻ. പാൻക്രിയാറ്റിക് ഡക്റ്റ് തുറക്കുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്കാണ്. ദിസ് അമിലേസ് കൺവേർട്ട് ദ റിമൈനിങ് സ്റ്റാർച്ച് ഇൻ ടു മാൾട്ടോസ്. വായിൽ വെച്ച് 30% സ്റ്റാർച്ചാണ് മാൾട്ടോസായി മാറിയത്. ബാക്കി 70% സ്റ്റാർച്ച് ഉണ്ട് ദഹിക്കാൻ. പാൻക്രിയാറ്റിക് അമിലേസ് ഈ സ്റ്റാർച്ചിനെ മാൾട്ടോസാക്കി മാറ്റുന്നു. ഇനി ഈ മാൾട്ടോസിന് ഡൈജഷൻ സംഭവിക്കണം. സക്കസ് എൻഡറിക്കസ് ഓർ ഇൻറ്റസ്റ്റിനൽ ജ്യൂസ് കണ്ടെയ്ൻസ് enzymes such as maltase, lactase and sucrase. ആന്ത്രരസത്തിൽ അല്ലെങ്കിൽ സക്കസ് എൻഡറിക്കസിൽ മറ്റ് 3 കാർബോഹൈഡ്രേറ്റ് ഡൈജസ്റ്റിംഗ് എൻസൈംസ് ഉണ്ട്. ദേ ആർ മാൾട്ടേസ്, ലാക്ടേസ് ആൻഡ് സ്യൂക്രേസ്. ഇപ്പോൾ സ്റ്റാർച്ച് മാൾട്ടോസ് ആയിരിക്കുകയാണ്. മാൾട്ടേസ്, ദ എൻസൈം മാൾട്ടേസ് ആക്ട് അപ്പോൺ മാൾട്ടോസ് ആൻഡ് കൺവേർട്ട് ഇറ്റ് ഇൻ ടു ഗ്ലൂക്കോസ് വിച്ച് ഇസ് ദ എൻഡ് പ്രോഡക്റ്റ് ഓഫ് കാർബോഹൈഡ്രേറ്റ് ഡൈജഷൻ. അപ്പോൾ മാൾട്ടോസിനെ മാൾട്ടേസ് എന്ന എൻസൈം ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നു. ദഹനത്തിൻ്റെ, അതായത് കാർബോഹൈഡ്രേറ്റ് ദഹനത്തിൻ്റെ അവസാന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസാണ് അല്ലേ. ഗ്ലൂക്കോസ് ഈസ് ദ ഫൈനൽ പ്രോഡക്റ്റ് ഓഫ് കാർബോഹൈഡ്രേറ്റ് ഡൈജഷൻ. സ്മോൾ ഇൻറ്റസ്റ്റൈനിലെ അല്ലെങ്കിൽ ഇൻറ്റസ്റ്റിനൽ ജ്യൂസിലെ മാൾട്ടോസിനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നു. നാം പാല് കുടിക്കുമ്പോൾ പാലിൽ ഷുഗർ അടങ്ങിയിട്ടുണ്ട്. പാലിലൊരു പ്രത്യേകതരം പഞ്ചസാരയുണ്ട്, ലെവിനും ലാക്ടോസ്. അപ്പോൾ പാലിലടങ്ങിയിരിക്കുന്ന പഞ്ചസാരയെ ലാക്ടോസിനെ ദ എൻസൈം ലാക്ടേസ് കൺവേർട്ട് ടു ഗ്ലൂക്കോസ് ആൻഡ് ഗാലക്ടോസ്. അപ്പോൾ മാൾട്ടേസും ലാക്ടേസ്, സുക്രേസ് എന്നിങ്ങനെ എൻസൈംസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇതിൽ ലാക്ടോസിനെ ഗ്ലൂക്കോസും ഗാലക്ടോസും ആക്കി മാറ്റും. നൗ സുക്രേസ് കൺവേർട്ട്സ് സുക്രോസ് ടു ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ്. കരിമ്പിൻ പഞ്ചസാര ഇതിനെ ഗ്ലൂക്കോസും ഫ്രക്ടോസുമാക്കി മാറ്റുന്നത് സുക്രേസ് ആണ്. ദസ് ഗ്ലൂക്കോസ് ഈസ് ദ എൻഡ് പ്രോഡക്റ്റ് ഓഫ് കാർബോഹൈഡ്രേറ്റ് ഡൈജഷൻ. ഇപ്പോൾ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ച് ഗ്ലൂക്കോസ് ഫോം ചെയ്തു. അതിൻ്റെ അർത്ഥം കാർബോഹൈഡ്രേറ്റ് ഡൈജഷൻ കംപ്ലീറ്റഡ്. സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ടാണ് കാർബോഹൈഡ്രേറ്റിൻ്റെ ദഹനം പൂർത്തിയായത്. ബ്രേക്ക് ഡൗൺ ഓഫ് ദീസ് ബയോമോളിക്യൂൾസ് ടേക്സ് പ്ലേസ് ഇൻ ദ ഡിയോഡിനം റീജിയൻ ഓഫ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ചെറുകുടലിൻ്റെ തന്നെ ഡിയോഡിനം റീജിയനിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ ബ്രേക്ക് ഡൗണ് കംപ്ലീറ്റ് ആയിട്ട് നടക്കുന്നത്. ഇപ്പോൾ കാർബോഹൈഡ്രേറ്റിന് വ്യത്യസ്ത ഭാഗങ്ങളിൽ വെച്ച് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലായി. നമുക്ക് പ്രോട്ടീൻ എങ്ങനെ ഡൈജസ്റ്റ് ചെയ്യും നോക്കാം. പ്രോട്ടീൻ ഡൈജഷൻ. നാം കഴിക്കുന്നവയിൽ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം ഏതൊക്കെയാണ്? പ്രധാനമായും ധാന്യങ്ങളിൽ ധാരാളമായി പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. വെജിറ്റബിൾസിലും മറ്റ് പ്രോട്ടീൻ അടങ്ങിയ ധാരാളം ഭക്ഷണം നാം ദിവസവും കഴിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലൂടെ ഇത് കടന്നു പോകുമ്പോൾ ഇതിന് വിഘടനം സംഭവിക്കുന്നത്? ഫസ്റ്റ് പാർട്ട് ഓഫ് ദ ഡൈജസ്റ്റീവ് സിസ്റ്റം ഇസ് buccal cavity or oral cavity. In buccal cavity there is no protein digestion. വായിൽ വെച്ച് പ്രോട്ടീന് ദഹനം സംഭവിക്കുന്നില്ല. കാരണം ഇൻ സലൈവ ദർ ഇസ് നോ പ്രോട്ടിയോലിറ്റിക് എൻസൈംസ്. സലൈവയിൽ പ്രോട്ടീൻ്റെ ദഹനത്തിന് സഹായിക്കുന്ന എൻസൈമുകളൊന്നും തന്നെ ഇല്ല. സോ പ്രോട്ടീൻ ഡൈജഷൻ ബിഗിൻസ് ഇൻ ദി സ്റ്റൊമക്ക്. സ്റ്റൊമക്കിൽ ഗ്യാസ്ട്രിക് ജ്യൂസ് ഈസ് ദെയർ. ഗ്യാസ്ട്രിക് ജ്യൂസ് കണ്ടെയ്ൻസ് a proenzyme called pepsinogen. Pepsinogen എന്ന ഒരു proenzyme ഉണ്ട്. This is the inactive form of pepsin. Pepsin is the active enzyme that help in protein digestion. അപ്പോൾ ഈ പെപ്സിനോജനെ പെപ്സിനായിട്ട് കൺവേർട്ട് ചെയ്യണം. Who converts pepsinogen to pepsin? Hydrochloric acid converts inactive pepsinogen to active pepsin. അപ്പോൾ ആമാശയരസത്തിലുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡാണ് പെപ്സിനോജനെ പെപ്സിനാക്കി സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് പെപ്സിനോജനെ പെപ്സിനായിട്ട് കൺവേർട്ട് ചെയ്യുന്നു.
പെപ്സിൻ ഇസ് എ പ്രോട്ടിയോലിറ്റിക് എൻസൈം. പെപ്സിൻ പ്രോട്ടീനെ ഡൈജസ്റ്റ് ചെയ്യുന്ന ഒരു എൻസൈമാണ്. പെപ്സിൻ ആക്ട്സ് upon proteins and convert it into proteoses and peptones. പെപ്സിൻ പ്രോട്ടീനിൽ പ്രവർത്തിക്കുകയും ഈ പ്രോട്ടീനെ പ്രോട്ടിയോസസ് ആൻഡ് പെപ്റ്റോൺസ് ആക്കി കൺവേർട്ട് ചെയ്യും. പെപ്റ്റോൺസ് ആർ ഓൾസോ കോൾഡ് പെപ്റ്റൈഡ്സ്. അപ്പോൾ പ്രോട്ടീനുകളെ കുറച്ചുകൂടെ ലഘുരൂപമായ പ്രോട്ടിയോസസും പെപ്റ്റോണുകൾ അഥവാ പെപ്റ്റൈഡുകളാക്കി മാറ്റുകയും ചെയ്യുന്നത് പെപ്സിനാണ്. ഇൻ ഗ്യാസ്ട്രിക് ജ്യൂസ് മ്യൂക്കസ് ആൻഡ് ബൈകാർബണേറ്റ്സ് ആർ ഓൾസോ പ്രസൻറ്റ്. ഗ്യാസ്ട്രിക് ജ്യൂസിനകത്ത് ആമാശയ രസത്തിനകത്ത് മ്യൂക്കസും ബൈകാർബണേറ്റ് അയോണുകളും കാണപ്പെടുന്നു. എന്തിനാണിത് സഹായിക്കുന്നത്? ഇറ്റ് പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ലൂബ്രിക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ദ മ്യൂക്കോസൽ എപ്പിത്തീലിയം ഫ്രം എക്സ്കോറിയേഷൻ ബൈ ദ ഹൈലി കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. അപ്പോൾ ആമാശയ രസത്തിനകത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട്. ഈ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ പ്രവർത്തനം കൊണ്ട് ആമാശയ ഭിത്തി ദ്രവിച്ചു പോകാതെ അല്ലെങ്കിൽ നശിച്ചു പോകാതെ തടയുന്നത് മ്യൂക്കസാണ്. മാത്രമല്ല ഇത് ലൂബ്രിക്കേഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ ഹൈഡ്രോക്ലോറിക് ആസിഡ് പ്രൊവൈഡ്സ് എൻ ആസിഡിക് pH ഓപ്റ്റിമൽ ഫോർ പെപ്സിൻ. പെപ്സിന് പ്രവർത്തിക്കാൻ വേണ്ട ഒരു ആസിഡിക് മീഡിയം പ്രൊവൈഡ് ചെയ്യുന്നതും ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. പെപ്സിനോജൻ ആയിരിക്കുന്നതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? ആമാശയ ഭിത്തിയിലെ മാംസ്യാവരണം ദഹിച്ചു പോകാതെ സംരക്ഷിക്കാനുള്ളൊരു മെക്കാനിസമാണത്. ആമാശയ ഭിത്തിയിലെ പ്രോട്ടീനെ പെപ്സിനായിട്ടാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ പെപ്സിൻ പ്രോട്ടീനിൽ ആക്ട് ചെയ്യും. അപ്പോൾ ഫുഡ് വരുന്ന സമയത്ത് മാത്രം പെപ്സിനായിട്ട് മാറിയാൽ മതി. പെപ്സിനായി തന്നെ നിലനിൽക്കാത്തതിൻ്റെ കാരണം ആമാശയ ഭിത്തിയെ സംരക്ഷിക്കുന്നതിനാണ്. ഇനി ഇൻഫൻസിൻ്റെ ഗ്യാസ്ട്രിക് ജ്യൂസിൽ വേറൊരു പ്രോട്ടിയോലിറ്റിക് എൻസൈം ഉണ്ട്, വിച്ച് ഇസ് കോൾഡ് റെനിൻ. Renin is a proteolytic enzyme found in the gastric juice of infants that help in the digestion of milk proteins. പാലിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീന്, മിൽക്ക് പ്രോട്ടീൻ ഈസ് കസീൻ എന്നാണ് മിൽക്ക് പ്രോട്ടീനെ പറയുന്നത്. ഈ കസീനെ ഡൈജസ്റ്റ് ചെയ്ത് കേടാക്കി മാറ്റാൻ സഹായിക്കുന്ന ഒരു എൻസൈമാണ് റെനിൻ. സാധാരണയായിട്ട് ഇത് കാണുന്നത് ഇൻഫൻസിൻ്റെ ഗ്യാസ്ട്രിക് ജ്യൂസിലാണ്. ഇനി ആമാശയത്തിൽ നിന്ന് ചെറുകുടലിലേക്കാണ് ഭക്ഷണം മൂവ് ചെയ്യുന്നത്. The protein-rich food moves to small intestine. In small intestine, pancreatic juice and intestinal juice are there to assist the process of digestion of protein. Pancreatic juice contains trypsinogen and chymotrypsinogen. പാൻക്രിയാറ്റിക് ജ്യൂസിൽ ട്രിപ്സിനോജനും കൈമോട്രിപ്സിനോജനും അടങ്ങിയിരിക്കുന്നു. ട്രിപ്സിനോജൻ ആൻഡ് കൈമോട്രിപ്സിനോജൻ ആർ ദ ഇനാക്റ്റീവ് ഫോംസ് ഓഫ് ട്രിപ്സിൻ ആൻഡ് കൈമോട്രിപ്സിൻ. ട്രിപ്സിൻ, കൈമോട്രിപ്സിൻ എന്നീ എൻസൈമുകളുടെ ഇനാക്റ്റീവ് ഫോമാണ് ട്രിപ്സിനോജനും കൈമോട്രിപ്സിനോജനും. ഇതിൽ ട്രിപ്സിനോജൻ ഈസ് ആക്ടിവേറ്റഡ് ടു ട്രിപ്സിൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എൻഡറോകൈനേസ് പ്രസൻറ്റ് ഇൻ ഇൻറ്റസ്റ്റിനൽ മ്യൂക്കോസ. ഇൻറ്റസ്റ്റിനൽ മ്യൂക്കോസയിൽ അടങ്ങിയിരിക്കുന്ന എൻഡറോകൈനേസ് ആണ്. എൻഡറോകൈനേസ് ഇസ് എൻ എൻസൈം പ്രസൻറ്റ് ഇൻ ഇൻറ്റസ്റ്റിനൽ മ്യൂക്കോസ. ഇറ്റ് കൺവേർട്ട്സ് ട്രിപ്സിനോജൻ ടു ട്രിപ്സിൻ. ഇങ്ങനെ ആക്ടിവേറ്റ് ചെയ്യപ്പെട്ട ട്രിപ്സിൻ കൺവേർട്ട്സ് കൈമോട്രിപ്സിനോജൻ ടു കൈമോട്രിപ്സിൻ. നോക്കൂ അതെങ്ങനെ സീക്വൻഷ്യലായിട്ട് നടക്കുന്നു. ട്രിപ്സിനോജൻ ആൻഡ് കൈമോട്രിപ്സിനോജൻ ആർ ദ ഇനാക്റ്റീവ് ഫോംസ് ഓഫ് ട്രിപ്സിൻ ആൻഡ് കൈമോട്രിപ്സിൻ present in pancreatic juice. Trypsinogen is activated by an enzyme called enterokinase present in intestinal mucosa. The activated trypsin converts inactive chymotrypsinogen to active chymotrypsin. സ്റ്റൊമക്കിൽ വെച്ച് പ്രോട്ടീൻ ഡൈജസ്റ്റ് ചെയ്ത് പെപ്റ്റോൺസ്, പ്രോട്ടിയോസസ് എന്നീ ഫോമിലായിട്ടുണ്ട്. എന്നിട്ടും ഡൈജസ്റ്റ് ചെയ്യാത്ത പ്രോട്ടീൻസും സ്റ്റൊമക്കിലുണ്ട്. ഇവ സ്മോൾ ഇൻറ്റസ്റ്റൈനിലെത്തുമ്പോൾ ട്രിപ്സിൻ, കൈമോട്രിപ്സിൻ ആൻഡ് കാർബോക്സിപെപ്റ്റിഡേസസ് കൺവേർട്ട് ദീസ് ടു ഡൈപെപ്റ്റൈഡ്സ്. ഇവയെ ഡൈപെപ്റ്റൈഡുകളാക്കി മാറ്റും. ഡൈപെപ്റ്റൈഡ്സിനെ അമിനോ ആസിഡുകളാക്കി മാറ്റുമ്പോഴാണ് ഡൈജഷൻ ഓഫ് പ്രോട്ടീൻ കംപ്ലീറ്റ് ആകുന്നത്. സക്കസ് എൻഡറിക്കസ് contains an enzyme called dipeptidases. സക്കസ് എൻഡറിക്കസിനകത്ത് ഡൈപെപ്റ്റിഡേസസ് എന്ന എൻസൈം അടങ്ങിയിരിക്കുന്നു. These dipeptidases convert dipeptides into amino acids. സക്കസ് എൻഡറിക്കസിൽ അടങ്ങിയിരിക്കുന്ന ഡൈപെപ്റ്റിഡേസ് ആണ് ഡൈപെപ്റ്റൈഡുകളെ അമിനോ ആസിഡായി കൺവേർട്ട് ചെയ്യുന്നത്. അമിനോ ആസിഡ്സ് ആർ ദ എൻഡ് പ്രോഡക്ട്സ് ഓഫ് പ്രോട്ടീൻ ഡൈജഷൻ. അമിനോ ആസിഡുകൾ ഉണ്ടായി എന്നാൽ അതിനർത്ഥം പ്രോട്ടീൻ്റെ ഡൈജഷൻ പൂർത്തിയായി എന്നാണ്.
സോ നമ്മൾ ഈ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തത്? ഡൈജഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ് ആൻഡ് ഡൈജഷൻ ഓഫ് പ്രോട്ടീൻ. ദഹന വ്യവസ്ഥയുടെ വിവിധ ഭാഗങ്ങളിൽ വെച്ച് കാർബോഹൈഡ്രേറ്റിന് എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നു, ഹൗ ഇറ്റ് ബിക്കംസ് ഗ്ലൂക്കോസ് ദ എൻഡ് പ്രോഡക്റ്റ്. അതുപോലെ പ്രോട്ടീൻ ഡൈജഷൻ്റെ വിവിധ ഘട്ടങ്ങൾ നമ്മൾ മനസ്സിലാക്കി. കാർബോഹൈഡ്രേറ്റ് ഡൈജഷൻ ടേക്സ് പ്ലേസ് ഇൻ ദ ബക്കൽ ക്യാവിറ്റി. 30% ഓഫ് സ്റ്റാർച്ച് ഗെറ്റ് കൺവേർട്ടഡ് ടു മാൾട്ടോസ്. ബക്കൽ ക്യാവിറ്റിയിൽ വെച്ച് ഒരു ചെറിയ മാറ്റം സംഭവിക്കുന്നുണ്ട്. Then it reaches the stomach where there is no carbohydrate digestion. Further digestion of carbohydrate takes place in the small intestine. Protein digestion lanengil in buccal cavity there is no protein digestion because saliva contains no protein digesting enzymes. The digestion of protein begins in the stomach and completes in the small intestine. ഇതിൽ ഓരോ ഭാഗത്തും സെക്രീറ്റ് ചെയ്യപ്പെടുന്ന എൻസൈമുകളുടെ പേരും അവയുടെ ധർമ്മവും കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സോ ലെറ്റ്സ് ഹാവ് റിവ്യൂ വാട്ട് വി ഹാവ് ലേൺഡ് ഇൻ ദിസ് ക്ലാസ്. അതിന് നമുക്ക് ചെയ്യാവുന്നത് ലെറ്റ്സ് ഡു ആൻ അസൈൻമെൻറ്റ്. സീ ദ മോണിറ്റർ. മൗത്ത്, സ്റ്റൊമക്ക്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്നീ ഭാഗങ്ങളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കാർബോഹൈഡ്രേറ്റ് ഡൈജസ്റ്റീവ് എൻസൈംസിൻ്റെയും പ്രോട്ടീൻ ഡൈജസ്റ്റീവ് എൻസൈംസിൻ്റെയും പേരാണ് ആ പട്ടികയിൽ എഴുതി പൂർത്തിയാക്കേണ്ടത്. ക്വസ്റ്റ്യൻ: കംപ്ലീറ്റ് ദ ടേബിൾ. ആ പട്ടിക പൂർത്തിയാക്കി നിങ്ങളുടെ സയൻസ് ഡയറിയിൽ നോട്ട് ചെയ്യണം. അതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ടീച്ചറുമായിട്ട് ഡിസ്കസ് ചെയ്യുക. ഇനി നമുക്ക് അവശേഷിക്കുന്നത് ലിപ്പിഡ് ഡൈജഷൻ ആണ്. ദാറ്റ് വി വിൽ ഡിസ്കസ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.